ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 12ാമത്തെ ലെസൺ അല്ലേ, വൈകി വന്ന വെളിച്ചം. അതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവരുടെ മനസ്സിലേക്ക് വൈകിയാണ് വെളിച്ചം എത്തുന്നത് അല്ലേ, അതായത് ബുദ്ധി എത്തുന്നത് വൈകിട്ടാണ്. അപ്പൊ നമ്മളെ എല്ലാവർക്കും അങ്ങനെയാണ് സംഭവിക്കുക. എന്ത് വൈകിട്ടേ നമുക്ക് ബുദ്ധി വരൂ അല്ലേ? എന്തുകൊണ്ടാ? കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അത് യുക്തിപൂർവമായ പ്രവൃത്തിയല്ല എന്നൊരു ബോധം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം അച്ഛനമ്മമാരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു ബോധം ആർക്കുണ്ടാവണം? കുട്ടികൾക്ക് ഉണ്ടാവണം അല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ ഈ കഥയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അല്ലേ? ഗുണപാഠം അതാണ്. അപ്പോ വൈകി വന്ന വെളിച്ചം. കൂടുതൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴി. ആരെയോ കാത്ത് സതീഷ് നിൽക്കുകയാണ് അല്ലേ? നമ്മുടെ കഥാപാത്രമായ സതീഷ് ആരെയോ കാത്തു നിൽക്കുകയാണ്. അവന്റെ ശ്രദ്ധ നാലുപാടും തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം അല്ലെ? നമുക്കൊരു പരിഭ്രാന്തി മനസ്സിലുണ്ടാവുമ്പോഴാണ് നമ്മൾ ചുറ്റും ഒന്ന് നോക്കും അല്ലെ, എന്തോ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അവന്റെ ശ്രദ്ധ നാലുപാടും തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം. അല്പം കഴിയുമ്പോൾ കൂട്ടുകാരനായ സൈമൺ വരുന്നു അല്ലെ? അപ്പോഴാണ് കൂട്ടുകാരനായ സൈമൺ വന്നത്. പരിഭ്രാന്തി എന്ന് പറഞ്ഞ അർത്ഥം അറിയില്ലേ നിങ്ങൾക്ക്? വെപ്രാളം അല്ലെ? ഒരുതരം വെപ്രാളത്തോടെയുള്ള നോട്ടാണ് ഉണ്ടായത്. അപ്പൊ പരിഭ്രാന്തി പറഞ്ഞ പരിഭ്രമം അല്ലെങ്കിൽ വെപ്രാളാണ്. അപ്പൊ സതീഷ് എന്താ പറയുന്നത്? സൈമണെ കണ്ട ഉടനെ എന്താ പറയുന്നത്? ഇതുവരെ എവിടെ ആയിരുന്നടാ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. അപ്പൊ സൈമണെ ആയിരുന്നു ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? ചുറ്റുപാടും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പൊ ആളെത്തി. ഏതായാലും സൈമണെ കണ്ട ഉടനെ എന്താ ചോദിക്കുന്നത്? ഇതുവരെ എവിടെ ആയിരുന്നടോ അല്ലെ, ഇരുന്നടാ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. സ്കൂളിൽ ബെല്ലടിച്ചിട്ട് നേരം എത്രയായെന്നറിയാമോ? സൈമൺ എന്താ പറയുന്നത്? അപ്പോ സ്കൂളിലെ ബെല്ലടി കഴിയാനല്ലേ ഞാനും കാത്തിരുന്നത്. അതുവരെ ഞാൻ പള്ളിമുക്കിലെ 1-2 സ്ഥലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. നീ വന്നിട്ട് നേരം അധികമായോ? കുറെ സമയമായോ നീ ഇവിടെ വന്നിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ സതീഷ് എന്ത് പറഞ്ഞു? 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ ഞാൻ നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ സൈമൺ എന്ത് പറഞ്ഞു? ആലോചനാ നിമഗ്നായി അല്ലേ? ആലോചനാ നിമഗ്നായി പറഞ്ഞതാണ് ആലോചനയിൽ മുഴുകിയിട്ട് അല്ലേ? അപ്പൊ ആലോചനയിൽ മുഴുകി എന്ത് പറഞ്ഞു? ഇന്ന് നമ്മളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് 3-ാം ദിവസമാണ്. 3 ദിവസമായി അപ്പോ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലേ? 3-ാം ദിവസമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ പാത്തും പതുങ്ങിയും പല സ്ഥലങ്ങളിലായി കഴിച്ചു കൂട്ടി. നമ്മുടെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. അപ്പോ സ്കൂളിൽ വരുന്ന പോലെ വരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്, വീട്ടിൽ ഈ കാര്യം അവരറിയിച്ചതേ ഇല്ല അല്ലേ? അപ്പോൾ സ്കൂളിൽ രാവിലെ വരും. അപ്പോൾ വൈകുന്നേരം വരെ അവരെവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും അല്ലേ? അപ്പൊ വീട്ടുകാര് അറിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ലത് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും? മിണ്ടാതിരുന്നു. അപ്പൊ ഈ വിവരം അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. സതീഷ് കൂസൽ എന്നെ പറഞ്ഞു. എന്താ പറഞ്ഞു സതീഷ്? എനിക്കാരെയും പേടിയില്ല. കൂസൽ എന്നെ പറഞ്ഞാല് ഒരു കൂസലും ഇല്ലാതെ അല്ലെ, പേടിയൊന്നും ഇല്ലാതെ പറഞ്ഞു. എനിക്കാരെയും പേടിയില്ല. അപ്പൊ അവന്റെ വീട്ടിൽ ആരെയും പേടിയില്ല. എന്തുകൊണ്ടാ പേടിയില്ലാത്ത? സൈമൺ അന്നേരം പറയുന്നത്, നിന്റെ അച്ഛൻ ദുബായിലല്ലേ, പിന്നെ ആരെ പേടിക്കണം? അപ്പൊ ദുബായിലാണ് അച്ഛനെങ്കിൽ എന്ത് ചെയ്യണം? ആരെയും പേടിക്കണ്ട അല്ലെ? വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലേ പേടിയുള്ളൂ. പിന്നെ ആരെ പേടിക്കണം? കുറ്റം കണ്ട അമ്മ നിന്നെ തല്ലൂലേന്ന് ചോദിച്ചു. അപ്പോ സതീഷ് നിസ്സാരഭാവത്തില്, ഒരു നിസ്സാരഭാവം എന്ന് പറഞ്ഞാല് ചെറിയ ഒരു കാര്യമില്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു. ഒരു വിലയില്ലാത്ത പോലെ പറഞ്ഞു. എന്ത്? തല്ലുന്നു പോലും. ഒരിക്കൽ അമ്മച്ചി എന്നെ അടിക്കാനായി ഓടി വന്നു. അപ്പൊ എന്തുണ്ടായി? ഞാൻ പിടിച്ചൊരു തള്ളു കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ? അമ്മേനെ തല്ലാനായി ഓടി വന്നാൽ തള്ളി അങ്ങ് ഇടുവോ? ഇത്രയും കാലം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി, ഇതുവരെ വളർത്തിയവരെ ഒറ്റ തള്ളി അങ്ങ് ഇട്ടു. എന്നിട്ടോ എന്നെ അടിക്കാനായി ഓടി വന്നു. ഞാൻ പിടിച്ചൊരു തള്ളു കൊടുത്തു. പടക്കോ എന്ന് പറഞ്ഞ അമ്മച്ചി നിലത്ത് കിടക്കുന്നു. ഇത്രേ വിലയില്ല. അമ്മേനെ വിലയൊന്നുമില്ല, പേടിയൊന്നുമില്ല. എന്തുകൊണ്ടാ? അമ്മ എന്നെ ഒരു ദിവസം തല്ലാൻ വന്നു, ഞാൻ നല്ല പിടിച്ചങ്ങ് തള്ളി കൊടുത്തു. പടക്കോ എന്ന് പറഞ്ഞ് നിലത്ത് വീണു അല്ലേ? അമ്മയ്ക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെയാണ് സതീഷ് സംസാരിച്ചത്. അപ്പൊ സൈമൺ പറഞ്ഞു, ഒരു വശത്തേക്ക് നോക്കി, സതീഷ്, നമ്മുടെ നോട്ടപ്പുള്ളി ജയൻ വരുന്നുണ്ട്.
നമുക്കിവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മാറാം. ഇപ്പൊ നോട്ടപ്പള്ളി സതീശ് ആര് ജയൻ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറാം എന്ന് പറഞ്ഞു. അപ്പൊ സതീഷ് എന്താ പറഞ്ഞത്? നീ അവിടെ നിൽക്കടാ സൈമൺ, അവൻ വരട്ടെ, എനക്ക് അവരെയൊന്നും പേടിയൊന്നുമില്ല. സതീഷിന് പിന്നെ ആരെയും പേടിയില്ല അല്ലെ, അമ്മേനെ ഉന്തിയങ്ങിടും, അച്ഛൻ ദുബായിലുമാണ്, പിന്നെ ജയൻ വരുന്നെങ്കിൽ വരട്ടെ, ഞാൻ അതിനെ ഉന്തിയിട്ടോളാന്നുള്ള രീതിയിൽ നിന്നു. ജയൻ വരുന്നു, ശാന്തമായ പ്രകൃതം. ജയൻ എങ്ങനെയാ? ശാന്തമായ പ്രകൃതം അല്ലെ. പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വഭാവം. ശാന്തനാണ് ആള് അല്ലെ. അപ്പൊ ജയൻ എന്ത് പറഞ്ഞു? മറ്റിരുവരെയും നോക്കി, സതീഷും സൈമണും എവിടെ നിൽക്കുകയാണോ, സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിച്ചു. സതീഷ്, എന്താ നീ അന്വേഷിക്കാൻ വന്നതാണോ? എന്താ നീ അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പൊ സൈമൺ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ കാര്യം തിരക്കാൻ നിനക്ക് അവകാശമില്ല അല്ലെ, നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ കാര്യമൊന്നും നീ നോക്കണ്ട. അപ്പൊ സതീഷ് എന്ത് പറഞ്ഞു? നീ ഞങ്ങളുടെ ശത്രുവാണ്. ജയൻ എന്ത് പറയുന്നത്? നിങ്ങളെന്നും എൻ്റെ സ്നേഹിതന്മാരാണ്. അപ്പൊ ജയന് അങ്ങനെ ശത്രുതയൊന്നുമില്ല. ജയൻ എന്ത് പറയുന്നു? നിങ്ങൾ എന്നും എൻ്റെ സ്നേഹിതന്മാരാണ് പറഞ്ഞ ആരാണ്? സുഹൃത്തുക്കൾ അല്ലെ, ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ സൈമൺ എന്ത് പറഞ്ഞു? തറച്ച സ്വരത്തിൽ, ഉറച്ച സ്വരത്തിലാ പറയുന്നത്. എന്താ പറയുന്നത്? നിനക്കറിയാമോ, നീ ഒരുത്തൻ കാരണമാ ഞങ്ങളിങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിയാൻ ഇടവന്ന്, നീ ആ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അപ്പൊ ജയനാണ് എന്തോ ഇവർക്കെതിരായ ഒരു സത്യം പറഞ്ഞത് അല്ലേ. അപ്പൊ നീ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അതുകൊണ്ട് നീ കാരണമാണ് ഇപ്പൊ ഇറക്കിയതെല്ലാം നമുക്കിതൊക്കെ സംഭവിച്ചത്. അപ്പൊ നീ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെ അവർ സ്കൂളിൽ നിന്ന് പുറത്താക്കില്ലായിരുന്നു എന്ന് സൈമൺ ജയനോട് പറഞ്ഞു. അപ്പൊ ജയനോട് തീർത്താത്തീരാത്ത ഒരു പകയുണ്ട് ആർക്ക്? സൈമണി. അപ്പൊ ജയൻ പറഞ്ഞു, കള്ളം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ആളുകൾ തിങ്ങി നിറഞ്ഞ ബസ്സിന്റെ നേർക്കല്ലേ നിങ്ങൾ കല്ലെറിഞ്ഞത്. അപ്പൊ അവരെന്താ തെറ്റ് ചെയ്തത്? സൈമണും സതീഷും എന്ത് ചേട്ടാ ചെയ്തത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ? അതിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ബസ്സിന് നേരെയാണ് അവര് എറിഞ്ഞത് അല്ലെ, കല്ലെറിയുകയാണ് ചെയ്തത്. അപ്പൊ അത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, ഞാൻ സത്യം പറഞ്ഞതാണ്. കള്ളം പറയുന്നത് പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ജയൻ പറഞ്ഞു. അപ്പൊ സതീഷ്, ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ എറിഞ്ഞതല്ലേ എന്ന്. അപ്പൊ കുറെ ആള് പോകുന്ന ബസ്സിന് നേരെ ഒരു രസത്തിന് വേണ്ടി അല്ലേ, ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണെന്ന് ആര് പറഞ്ഞു? സതീഷ് പറഞ്ഞു. അപ്പൊ ജയൻ എന്ത് പറഞ്ഞു? കല്ലേറ് കൈവിട്ട സൂത്രമാണെന്ന് സാറ് പറഞ്ഞു തന്നിട്ടില്ലേ? ആ ബസ്സിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എറിയുമായിരുന്നു അല്ലേ. നമ്മളെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ നമ്മളെ എറിയുമായിരുന്നു. അങ്ങനെ പലർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യാൻ പാടില്ലെന്നാണ് ജയൻ പറയുന്നത്. അപ്പൊ നീ ഹെഡ് മാഷോട് പറഞ്ഞത് കൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേ. ഇപ്പൊ രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ഞങ്ങളെ സ്കൂളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോ എന്തെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എന്ത് പറയും? നിങ്ങൾ രക്ഷാകർത്താക്കൾ പേരൻസിനെ കൂട്ടി വന്നാൽ മതി എന്നാ കേറ്റാ പറയും അല്ലേ. ഇപ്പൊ നിങ്ങൾ വലിയ വലിയ കുട്ടികളാകുമ്പോൾ ഇങ്ങനത്തെ തെറ്റിലേക്കൊന്നും പോരുത് കേട്ടോ. അപ്പൊ പേരൻസിനെ കൂട്ടേണ്ടി വരും. അപ്പോ ഫെയ്ത്ത് വിചാരിക്കുകയാണ്, ഞാനിപ്പോ ആരെയാ പേരൻസിനെ കൂട്ടേണ്ടത്? ഇത് എന്റെ സ്ഥാപനല്ലേ, ഞാനിപ്പോ പേരൻസിനൊന്നും കൂട്ടണ്ടല്ലോ അല്ലേ ഫെയ്ത്തേ. അപ്പോ എന്ത് വന്നാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു കഥ പഠിക്കുന്നത് കേട്ടോ. അപ്പോ രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ഞങ്ങളെ സ്കൂളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ സൈമൺ എന്തു പറഞ്ഞു? ഞങ്ങളെ പറ്റി അന്വേഷിക്കാൻ സാറ് നിന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. അപ്പൊ ജയൻ ഹെഡ് മാഷിന്റെ ആളാണെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അപ്പോ അടുത്തെന്താ ജയൻ പറഞ്ഞു? ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല, എൻ്റെ അച്ഛൻ പനി പിടിച്ച് കിടപ്പിലാണ്. അച്ഛൻ ജോലിയെടുക്കുന്ന വീട്ടിൽ നിന്ന് 50 രൂപ വാങ്ങാൻ പോയത്, ആ വീട്ടുകാർ അവിടെയില്ല. അപ്പോ ജയൻ നല്ലൊരു കുട്ടിയാണ് അല്ലെ. അപ്പൊ അച്ഛന് പനി വന്ന് അച്ഛന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാശ് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് 50 രൂപ വാങ്ങാനായിരുന്നു ജയൻ ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ കുട്ടികളെ പോലെ അല്ല ജയൻ നല്ലൊരു കുട്ടിയാണെന്ന് അർത്ഥം. ഇപ്പൊ സതീഷ് എന്താ പറയുന്നത്? 50 രൂപ ഞാൻ തരാം, എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ബസ്സിന് കല്ലെറിഞ്ഞ് ഞങ്ങളിൽ നിന്ന് നീ തറപ്പിച്ച് പറയണം അല്ലേ. നീ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാ ബസ്സിന് കല്ലെറിഞ്ഞെന്ന് തറപ്പിച്ച് പറഞ്ഞാലല്ലേ നമ്മൾ സ്കൂളിൽ കയറ്റു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ അതിന് കൂലി തരാന്നാ പറയുന്നത്? 50 രൂപ അച്ഛനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള കൂലി നമ്മൾ തരാന്നാണ് പറയുന്നത് സതീഷ്. അപ്പൊ ജയൻ എന്ത് പറയുന്നത്? 50 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയണമെന്നോ? സൈമൺ, മരുന്ന് വാങ്ങിക്കൊടുത്ത് നിന്റെ അച്ഛന്റെ സുഖക്കേട് മാറ്റണ്ടേ?
അന്നേരം ജയൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ സുഖക്കേട് മാറണം, പക്ഷെ ഈ 50 രൂപ വാങ്ങി ഈശ്വര ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. അപ്പോ ദൈവഭയം ഉള്ള ആളാണ് ആര്? ജയൻ. ചെയ്ത തെറ്റിനെ പറ്റി നിങ്ങൾ പശ്ചാത്തപിക്കൂ, നിങ്ങൾ നല്ലവരാകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. വേഗത്തിൽ നടന്നു. അവൻ അതും പറഞ്ഞ് വേഗത്തിൽ നടന്നു മറയുന്നു. അപ്പൊ സതീശ് എന്താ പറഞ്ഞത്? സൈമൺ അവന് വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ആലോചിച്ചിട്ട് പറയുന്നു, ഈ നാട്ടിൽ നിന്നാൽ പഠിക്കണം, സാറുമാരുടെ വഴക്ക് കേൾക്കണം, എനിക്കൊരു ബുദ്ധി തോന്നണേ, നമുക്ക് നാട് വിട്ടുപോയാലോ? അപ്പൊ കുട്ടികൾ എന്താ ചിന്തിക്കുന്നത്? ഇവിടെ നിന്നാല് പഠിക്കണം, പിന്നെന്ത് ചെയ്യണം? ടീച്ചേഴ്സിന്റെയും ഒക്കെ ചീത്തയും കേൾക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? നമുക്ക് നാട് വിട്ട് പോയാലോ? ആരുടെയും വഴക്കൊന്നും കേൾക്കണ്ട, എന്ത് ചെയ്യാ? പഠിക്കുകയും വേണ്ട, നമുക്ക് നാട് വിട്ടിട്ട് എവിടെയെങ്കിലും പോവാന്ന് പറയാണ്. അപ്പൊ സൈമൺ എന്താ വരുന്നത്? അമ്പരന്ന്. നാട് വിടാനോ? നമ്മൾ എവിടെ പോകും? സതീഷ് എവിടേക്കെങ്കിലും പോകണം. അപ്പൊ സൈമൺ ചോദിക്കുന്നത്, അതിന് പണം വേണ്ടേ? സതീഷ് അതിനും ഇത് മറുപടി ഉണ്ട്. എന്ത്? പണം നമ്മുടെ കയ്യിലുണ്ടാവും. നിനക്കറിയാൻ പാടില്ലേ, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ബാബു 2 മാസം മുമ്പ് അച്ഛൻ തല്ലിയെന്നും പറഞ്ഞ് വീട് വിട്ട് പുറപ്പെട്ടു പോയില്ലേ? അവനെ അന്വേഷിച്ചിട്ട് വല്ല പിടിയും കിട്ടിയോ? അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും പട്ടണത്തിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ വിചാരം എന്താണ്? പണ്ട് ബാബു എന്നൊരു കുട്ടി അച്ഛൻ്റെ തല്ല് കിട്ടിയ പാടും അവിടുന്ന് പിണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇവന് നല്ല ലെവലിലായിട്ടുണ്ട്, നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു പ്രചോദനമായി. എന്ത്? അവര് ഓൻ ഇവിടുന്ന് പിണങ്ങിയിട്ട് പോയിട്ട് സുഖമായി ജീവിക്കുന്നില്ലേ, അപ്പൊ നമുക്കും പോയാൽ എന്താണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ സൈമൺ എന്ത് പറഞ്ഞു? അതിന് പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? സതീശ്, എൻ്റെ കഴുത്തിലൊരു മാലയുണ്ട്, അത് വിറ്റാൽ നമുക്ക് ആവശ്യമുള്ള രൂപ കിട്ടും. എന്നാലോചിച്ച് നിൽക്കാതെ നീ വാടാന്ന് പറഞ്ഞു. അല്ലെ, ആ മാല വിറ്റിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും കൂടി പോകാൻ ഒരുമ്പെടുമ്പോൾ എതിരെ നിന്നും മറ്റൊരു കുട്ടി വന്നു. അല്ലെ, മറ്റൊരു കുട്ടി ആരാ? ബാബു വരുന്നു. ഏത് ബാബുവാണ്? അച്ഛൻ്റെ തല്ലും കിട്ടി നാട് വിട്ടുപോയ അതേ ബാബുവാണ് വരുന്നത്. മെലിഞ്ഞ് വിളറി, വെളുത്ത ശരീരം, കീറിപ്പറഞ്ഞ ട്രൗസറും ഷർട്ടും. തളർന്ന പരവശനായിരുന്നു. മറ്റിരുവരും സ്തബ്ധരാകുന്നു. അല്ലേ, എന്തുകൊണ്ടാണ്? ബാബു നല്ല ലെവലിൽ എടോ ജീവിക്കുന്നത് എന്നാണ് ആര് പ്രതീക്ഷ? സൈമണും സതീശൻ വിചാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്കും നാട് വിടാ എന്ന് തീരുമാനം എടുത്തത്. അപ്പോഴേക്കാണ് ബാബു എങ്ങനെ വരുന്നു? ബാബുവിന്റെ ശരീരപ്രകൃതി അവിടെ പറയുന്നുണ്ട്. മെലിഞ്ഞ് വിളറി, വെളുത്ത ശരീരം, കീറിപ്പറഞ്ഞ ട്രൗസർ, ഷർട്ട്. അല്ലേ, അപ്പോ കാഷ്ടപ്പാടിന്റെ നെറുകയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. തളർന്ന പരവശനായിരുന്നു. മറ്റിരുവരും സ്തബ്ധരാകുന്നു. സ്തബ്ധർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനക്കമില്ലാത്ത പോലെ ഇങ്ങനെയായി. അല്ലേ, അയ്യോ, കണ്ടിട്ട് ഞെട്ടിപ്പോയി അവര്. ഒരനക്കമില്ലാത്ത പോലെ ആയിപ്പോയി. അല്ലേ, പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിരുന്നു സംഭവിച്ചത്. അപ്പോ ബാബുവിനെ കണ്ടപാടെ ഇവരാകെ സ്തബ്ധരായി നിന്നു. അപ്പൊ ബാബു എന്താ പറയുന്നത്? വിങ്ങിപ്പൊട്ടുന്ന സ്വരത്തില് കരഞ്ഞുകൊണ്ടാ പറയുന്നത്. എന്താ പറയുന്നേ? സതീഷ്, സൈമൺ എന്ന് വിളിക്കുന്നത്. അല്ലെ, അവരെ വിളിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? സൈമൺ, സതീഷ്, ബാബു എന്ന് വിളിച്ചു. അപ്പൊ പിന്നെന്താ പറയുന്നത്? സൈമൺ, നിനക്ക് എന്തു പറ്റി? ഈ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അല്ലേ, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ദയനീയം തോന്നല്ലോ പറഞ്ഞു. അപ്പൊ സതീഷ് എന്താ പറഞ്ഞത്? നിന്റെ തടിയൊക്കെ എവിടെ പോയി? എല്ലും തോലുമായല്ലോ, നീ ആഹാരമൊന്നും കഴിക്കാറില്ലേ ചോദിച്ചു. അപ്പോ വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലായിരുന്നു ആര്? ബാബു തിരിച്ചു വന്നത്. അപ്പൊ ബാബു കുറ്റബോധത്തോടെ, എന്തുകൊണ്ടാ കുറ്റബോധം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ബാബുവിന് കുറ്റബോധം ഉണ്ടായത്? കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്തു എന്നൊരു ബോധം. അല്ലെ, അതാണ് കുറ്റബോധം. അപ്പൊ കുറ്റബോധം ഉണ്ടായത് എന്തുകൊണ്ടാ ബാബുവിന്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ മക്കളെ ബാബുവിന്? അച്ഛൻ തല്ലിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ അച്ഛനമ്മമാർ തല്ലുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനല്ല. അല്ലേ, നിങ്ങൾ നല്ലതാവാൻ വേണ്ടിയാണ് അച്ഛനമ്മമാർ എന്തെങ്കിലും തെറ്റ് ചെയ്ത സമയത്ത് തല്ലുന്നത്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണോ അതിന് പ്രതികാരം ചെയ്യേണ്ടത്? അല്ല. അല്ലേ, അതുകൊണ്ട് ബാബുവിനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ പോയി കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചതിന് ശേഷം ബാബു എന്ത് ചെയ്തു? അത് പഠിച്ചു. അതുകൊണ്ട് ബാബുവിന് കുറ്റബോധം ഉണ്ടായി. അല്ലെ, തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊരു ബോധം ഉണ്ടായി. അപ്പൊ വീട് വിട്ടുപോയോ എല്ലാം നേടാമെന്ന് കരുതി ഒളിച്ചോടി പോയവനാണ് ഞാൻ. ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നെന്നോ. നാട് വിട്ടതോടെ എല്ലാം തകർന്നു എന്ന് പറഞ്ഞു. അല്ലേ, അപ്പൊ ബാബു നാട് വിട്ടതോടെ എല്ലാം തകർന്നു എന്ന് പറഞ്ഞു.
അപ്പൊ സതീഷ് പറഞ്ഞു, നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ബാബു, വീട്ടിലെ അലമാരിയിൽ നിന്ന് 500 രൂപ ഞാൻ കട്ടെടുത്തിട്ടാണ് ഇവൻ നാട് വിട്ടു പോയത്. അപ്പൊ തീവണ്ടി കയറി കണ്ണൂരിലെത്തി. ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചു. നോക്കിയപ്പം പോക്കറ്റിലുണ്ടായിരുന്ന രൂപ കാണായിരുന്നു. അപ്പൊ ആരോ തട്ടിക്കൊണ്ടുപോയി, പൈസ കൊണ്ടുപോയി അല്ലേ, കട്ടെടുത്ത് കൊണ്ടുപോയി, പോക്കറ്റ് അടിച്ചു. അപ്പൊ സൈമൺ ഉത്കണ്ഠയോടെ ചോദിച്ചു, അവ എവിടെ പോയി? ബാബു, തീവണ്ടി യാത്രയിൽ ആരോ പോക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സതീഷ് എന്താ പറഞ്ഞത്? പണമില്ലാതെ നീ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു? പട്ടിണി. ഇപ്പൊ ബാബു പറയുന്നു, പട്ടിണി എന്തെന്നറിയാതെ തളർന്നവനാണ് ഞാൻ. വീട്ടിലായിരുന്നപ്പോ മീനും ഇറച്ചിയും ഇല്ലാതെ ഞാൻ ചോറ് തിന്നില്ലായിരുന്നു, തൊണ്ട ഇടറി അല്ലേ. അപ്പൊ വീട്ടിലുള്ള സമയത്ത് മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചോറ് തിന്നാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വിശന്ന് പൊരിഞ്ഞപ്പോ ഹോട്ടലുകളുടെ പിന്നിലുള്ള എച്ചിത്തൊട്ടിയിലെ ചോറ് വാരി തിന്നു അല്ലേ. പൈസയൊന്നും കയ്യിലില്ല, വീട് വിട്ടു പോവുകയും ചെയ്തു, തിരിച്ചു വരണമെങ്കിലും പൈസ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? വിശന്നപ്പോഴേ ഞാൻ ഹോട്ടലിലൊക്കെ പുറകിലുണ്ടായിരുന്ന എച്ചിൽ തൊട്ടിയിലെ ചോറ് വാരി കഴിച്ചു എന്ന്. അപ്പൊ സൈമൺ എന്ത് പറഞ്ഞു? നീ എവിടെയാണ് താമസിച്ചിരുന്നത്? ബാബു, രാത്രിയാകുമ്പോ ഏതെങ്കിലും കടത്തിണ്ണേല് ചുരുണ്ടുകൂടും. നേരം വെളുത്താൽ വീണ്ടും മൃഗങ്ങളെ പോലെ ഞാൻ 4 ദിക്കിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. സതീഷ്, നിനക്ക് എന്തെങ്കിലും ജോലി എടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോ ഒരു ദിവസം ഒരു കാപ്പിക്കടയില് എന്ത് ചെയ്തു? പാത്രം കഴുകാൻ എന്നെ നിർത്തി. ഗ്ലാസ് കഴുകുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് 3-4 ഗ്ലാസ് വീണ് പൊട്ടിപ്പോയി. ആ കടക്കാരൻ എൻ്റെ തലക്കിട്ട് ഒരടി തന്നെ എൻ്റെ കഴുത്തേ പിടിച്ച് പുറത്തേക്ക് തള്ളിവിട്ടു അല്ലേ. അതിനോടെ ആ ജോലിയും പോയി. എന്ത് ചെയ്തു? പാത്രം കഴുകുന്നതിനിടയിൽ കുറെ ഗ്ലാസ് വീണ് കയ്യിൽ നിന്ന് പൊട്ടി. അതോടെ അയാൾ എന്നെ പുറത്തേക്ക് തള്ളിയിട്ടു. അപ്പൊ സൈമൺ പറഞ്ഞു, എന്നാ നിനക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമായിരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ബാബു, വണ്ടിക്ക് പോരേണ്ടേ, പണം ഉണ്ടായിരുന്നില്ല. വെറുതെ വരാൻ പറ്റുമോ? അപ്പൊ വണ്ടിക്ക് പോരേണ്ടേ, പണം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സതീഷ്, പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? ബാബു, അതൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, എന്നോടൊത്ത് എൻ്റെ വീട്ടിലേക്ക് വരണം. അപ്പൊ ഇപ്പം തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അവന് തിരിച്ച് വീട്ടിലേക്ക് കയറാൻ ഭയമുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, എന്നോടൊത്ത് നിങ്ങളും കൂടെ ഒന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ സൈമൺ, നിന്റെ അപ്പച്ചൻ നിന്നെ തല്ലൂലേ? അപ്പൊ ബാബു എന്താ പറഞ്ഞേ? എൻ്റെ അപ്പച്ചൻ എന്നെ വേണ്ടുവോളം തല്ലട്ടെ, എൻ്റെ കണ്ണിൽ നിന്ന് ഇനി കണ്ണീര് വരില്ല സൈമൺ. അത്രയ്ക്ക് വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ അപ്പച്ചനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കും. എൻ്റെ അപ്പച്ചൻ എന്നെ ശിക്ഷിക്കില്ല, എനിക്ക് മാപ്പ് തരും. അപ്പോ ഇപ്പോ എല്ലാം അനുഭവിച്ചു ബാബു, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാ? എത്ര തല്ലിയാലും എനിക്ക് കണ്ണുനീര് വരില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ തെറ്റാണെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? ബാബുവിന് അല്ലേ. അച്ഛൻ തല്ലിയതിന്, ഞാൻ വീട് വിട്ട് ഇറങ്ങിയതില് എനിക്കിപ്പോ കുറ്റബോധം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പൊ അച്ഛൻ തല്ലിയാലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സതീഷ് എന്താ പറയുന്നത്? തെറ്റ് മനസ്സിലാക്കി. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അനുഭവം തന്നെ ഞങ്ങൾക്കും ഉണ്ടായേനെ. അപ്പൊ ഇവര് നാട് വിടാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴേക്കാണ് ബാബു തിരിച്ചു വന്നത്. അപ്പൊ ബാബുവിന്റെ കഷ്ടപ്പാടുകൾ കേട്ടു. അതുകൊണ്ട് എന്ത് മനസ്സിലായി? നാട് വിടുന്നത് മോശമാണെന്ന് ആർക്ക്? തെറ്റ് മനസ്സിലാക്കിയവര് അല്ലേ. അപ്പൊ ബാബു, എന്താ സതീഷ്? സൈമൺ, ബസ്സിന് കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചു, രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ക്ലാസ്സിൽ കയറ്റുകയില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ഈ വിവരം അറിഞ്ഞാൽ അപ്പച്ചൻ കൊല്ലും. അപ്പൊ വീട്ടിൽ പറയാൻ പറ്റില്ല, അപ്പച്ചൻ എന്ത് ചെയ്യും? കൊല്ലും. അതുകൊണ്ട് തന്നെ നമ്മൾ നാട് വിടാൻ ഉദ്ദേശിച്ചതാണെന്ന് ആര്? സൈമൺ പറഞ്ഞു. അപ്പൊ സതീഷ് എന്ത് പറഞ്ഞു? ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ബാബു, വിഡിത്തം പറയാതിരിക്കൂ സതീഷ്, നാട് വിട്ടുപോയ എൻ്റെ അനുഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പൊ നാട് വിട്ടുപോയ എൻ്റെ അനുഭവം നിങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും എന്ത് ചെയ്യണം? നാട് വിട്ടു പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ സൈമൺ, ബാബു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചത് നീയാണ് ബാബു. നിന്റെ കഥ നാട് വിട്ടു പോകാൻ ഒരുങ്ങുന്ന കുട്ടികൾക്ക് നല്ല പാഠമാണ് സതീഷ്. നമുക്ക് രക്ഷാകർത്താക്കളെ കൂട്ടി ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതിപ്പോ സതീഷ് എന്താ പറഞ്ഞേ? ശരിയാണ് സൈമൺ, ആദ്യം നമുക്ക് ബാബുവിനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. ബാബു, മാതാപിതാക്കളും ഗുരുക്കന്മാരും. അപ്പൊ എന്താ ബാബു പറയുന്നതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താ പറയുന്നത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലേ. മാതാപിതാക്കളും ഗുരുക്കന്മാരെയും ശിക്ഷിക്കുമ്പം നിങ്ങൾ നാട് വിട്ടു പോവോ, അവർക്ക് 2 കൊടുക്കാനോ ഒന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. എന്താണ് അത്? നിങ്ങളുടെ കുട്ടികളുടെ നന്മക്ക് വേണ്ടിയാണെന്ന ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഇവിടെ ഈ പാഠത്തിലും കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് തന്നെ എന്താണ്? ഈ ഒരു ഗുണപാഠം തന്നെയാണ്. എന്ത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
കുട്ടികളായ നമ്മൾ നല്ല സ്വഭാവത്തോടുകൂടി വളരണം. സതീഷ്, സൈമൺ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ബാബുവിന്റെ കൈപിടിച്ച് മറ്റിരുവരും മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? അപ്പോ ഗുരുക്കന്മാരും മാതാപിതാക്കളും നിങ്ങളെ എന്ത് ചെയ്യുന്നത്? എന്തിനാണ്? നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണെന്ന ഒരു തിരിച്ചറിവ് ആർക്കുണ്ടാവണം? കുട്ടികളായി നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ? അതാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അല്ലേ? അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് മിസ് അത് പ്രത്യേകിച്ച് ഇനി അത് അർത്ഥം പറഞ്ഞു തരാനൊന്നും ഇതിലില്ല അല്ലേ കാര്യമായിട്ട്? അതുകൊണ്ടാണ് ഇത് ഞാൻ വേഗം എടുത്തു പോയത് കേട്ടോ. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നല്ലൊരു പാടാണ്. എന്താണ് നിങ്ങൾ എന്നാ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് മനസ്സിലായത് ആൻമരിയ? നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ. ഇപ്പൊ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് നിങ്ങൾ നല്ല കുട്ടികളായിരിക്കാൻ വേണ്ടിയാണ്. മറ്റു നിങ്ങളെ ദേഷ്യം കൊണ്ടൊന്നും വഴക്ക് പറയുന്നതല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിരിക്കണം. ഇങ്ങനെ വെഡിത്ത പണികളൊന്നും ചെയ്യാതെ നല്ല മക്കളായി മുന്നോട്ട് പോകണം. ഓക്കെ, അതാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോറൽ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മോറൽ ഇതാണ്. ഓക്കെ, അപ്പൊ പരിഭ്രാന്തി നമ്മൾ അന്നേരം തന്നെ പറഞ്ഞു. പരിഭ്രമം, നിമഗ്നൻ മുഴുകിയവൻ, കൂസലന്യെ മടി കൂടാതെ, പ്രകൃതം സ്വഭാവം, പരവശൻ ക്ഷീണിച്ചവൻ, സ്തബ്ധൻ അനക്കമില്ലാതെ നിൽക്കുന്നവൻ. ഓക്കെ, നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാഠത്തിൽ തന്നെ. അപ്പൊ ഇതൊരു സിമ്പിൾ പാഠമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു മോറൽ തന്നെയാണ് കേട്ടോ. അതാണ് ഇതിന്റെ പ്രധാന പോയിന്റ് ഉള്ളത്. അപ്പോൾ പാഠഭാഗം നല്ല രസമുള്ളതാണ്. അപ്പൊ നിങ്ങൾ വായിക്കോ നല്ല പോലെ. അപ്പൊ ഇപ്പൊ ആരാ വായിക്കുന്നത് ക്ലാസ്സിന്ന്? ആൻമരി തുടങ്ങിക്കോ. ആൻമരിയാണ് എപ്പോ ഏത് സമയം പോകാൻ റെഡിയായി നിൽക്കുന്നത്. ഫെയ്ത്ത് പോയി. ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് അങ്ങനെ വായിക്കുന്നോ? 3 പേരുണ്ട്. ഓക്കെ, അത് വായിച്ചു. അതാ നല്ല സൂപ്പർ. നമുക്ക് നാടകം അഭിനയിക്കും പോലെ ചെയ്യാം. അതേപോലെ ഉൾക്കൊണ്ട് വായിക്കണേ. ഓക്കെ, തുടങ്ങിക്കോ. ആരാ ഫസ്റ്റ്? ആരാണ് സൈമൺ ആവുന്നത്? സതീഷ് ആവുന്നത്? ഓക്കെ, ആൻമരിയ സതീഷായി. നെക്സ്റ്റ് സൈമൺ ആവുന്ന ആരാ? വേഗം പറ, 2 പേരില്ലേ? ദിയാണോ? ദിയ. നെക്സ്റ്റ് ആരാ? ബാബു. ഷോൺ. ഓക്കെ, തുടങ്ങിക്കോ. അപ്പൊ ബാബുവിന് കുറച്ചേ വായിക്കാനുള്ളൂ. ഓക്കെ, തുടങ്ങിക്കോ. ജയൻ ആയിക്കോ. എന്നാല് ജയനും ബാബുവും ആവട്ടെ. ആര്? ഷോൺ. ഞാനാവണോ? ഓക്കെ, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ ആ ഒരു സംഭവം ഞാൻ പറയാം അല്ലേ? കൂടുതൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴി. നമുക്കിപ്പോ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അത്. കൂടുതൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴി. ആരെയോ കാത്ത് സതീഷ് നിൽക്കേനെ. എങ്ങനെയാ നിക്കല് സതീഷേ? ആരെയോ കാത്തു നിക്കറാ സതീഷ് നിൽക്കുകയാണ്. അവന്റെ ശ്രദ്ധ 4 പാട് തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം. അല്പം കഴിയുമ്പോൾ കൂട്ടുകാരനായ സൈമൺ വരുന്നു. അപ്പൊ സൈമണും വന്നു. ഇനി സതീഷ് ചോദിക്കുകയാണ്. ചോദിച്ചോ സതീഷേ? ഇതുവരെ എവിടെയായിരുന്നടാ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. സ്കൂളിൽ ബെല്ലടിച്ചിട്ട് നേരം എത്രയായെന്നറിയാമോ? സ്കൂളിലെ ബെല്ലടിച്ച് കഴിയാനല്ല ഞാനും കാത്തിരുന്നേ. അതുവരെ ഞാൻ പള്ളിമുക്കില് 1-2 സ്ഥലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. നീ വന്നിട്ട് നേരം അധികമായോ? 1 മണിക്കൂർ കഴിഞ്ഞു. ഇന്ന് നമ്മളെ ക്ലാസ്സിന് പുറത്താക്കിയിട്ട് 3-ാം ദിവസമാണോ? ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ പാത്തും പതുങ്ങിയും പല സ്ഥലങ്ങളിൽ കഴിച്ചുകൂട്ടി. നമ്മളുടെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. എനിക്കാരെയും പേടിയില്ല. നിന്റെ അച്ഛൻ ദുബായിലല്ലേ? പിന്നെ നീ ആരെ പേടിക്കണം? കുറ്റം കണ്ട അമ്മ നിന്നെ തല്ലൂലേ? തല്ലുന്നു പോലും. ഒരിക്കൽ അമ്മച്ചി എന്നെ അടിക്കാനായി ഓടി വന്നു. ഞാൻ പിടിച്ചിട്ട് തള്ളു കൊടുത്തു. പടക്കോന്ന് പറഞ്ഞ് അമ്മച്ചി നിലത്ത് കിടക്കണ. സതീഷ്, നമ്മുടെ നോട്ടപ്പുള്ളി ജയൻ വരുന്നു. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറാം. നീ അവിടെ നിൽക്കടാ സൈമൺ, അവൻ വരട്ടെ. ജയൻ വരുന്നു. ശാന്തമായ പ്രകൃതം. സതീഷ് സൈമൺ ഇവിടെ നിൽക്കുകയാണോ? സ്കൂളിൽ പോയില്ലേ?
എന്താ നീ അന്വേഷിക്കാൻ വന്നതാണോ? ഞങ്ങളുടെ കാര്യം തിരക്കാൻ നിനക്ക് അവകാശമില്ല. നീ ഞങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ എന്ന് എന്റെ സ്നേഹിതന്മാരാണ്. നിനക്കറിയാമോ, നീ ഒരുത്തൻ കാരണമാണ് ഞങ്ങളെ ഇന്ന് റോഡിൽ അലഞ്ഞു തിരിയാൻ ഇട വന്നേ. നീ ആ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജേന പറയുന്നിടത്ത് കള്ളം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് ബസിന്റെ നേരത്തെ നിങ്ങൾ കല്ലെറിഞ്ഞത് ബസിന്റെ ചില്ല് പൊട്ടി ഒരു യാത്രക്കാരന്റെ തല പൊട്ടി ചോര വന്നു. ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ എറിഞ്ഞതല്ലേ? കൈവിട്ട സൂത്രമാണെന്ന് സാറ് പറഞ്ഞു തന്നിട്ടില്ലേ? ആ ബസ്സിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എറിയുമായിരുന്നോ? നീ ഹെഡ് മാഷോട് പറഞ്ഞു കൊണ്ടല്ലേ ഈ കുഴപ്പമുള്ളൊക്കെ ഉണ്ടായത്. രക്ഷകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ഞങ്ങളെ സ്കൂളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ പറ്റി അന്വേഷിക്കാൻ സാറ് നിന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. എന്റെ അച്ഛൻ പനി പിടിച്ച് കിടപ്പിലാണ്. അച്ഛൻ ജോലി എടുക്കുന്ന വീട്ടിൽ നിന്ന് 50 രൂപ വാങ്ങാൻ പോയതാ. ആ വീട്ടുകാർ അവിടെ ഇല്ല. 50 രൂപ ഞാൻ തരാം. എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ബസ്സിന് കല്ലെറിഞ്ഞത് ഞങ്ങൾ ഇരുന്ന് നീ തറപ്പിച്ച് പറയണം. 50 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയണമെന്നോ? മരുന്ന് വാങ്ങിക്കൊടുത്തതിന്റെ അച്ഛനെ സൂക്കേട് മാറ്റണ്ടേ? എന്റെ അച്ഛന്റെ സുഖക്കേട് മാറണം. പക്ഷെ ഈ 50 രൂപ വാങ്ങി ഈശ്വരശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. ചെയ്ത തെറ്റിനെ പറ്റി നിങ്ങൾ പശ്ചാത്തപിക്കൂ. നിങ്ങൾ നല്ലവരാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. സൈമൺ, അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പഠിക്കണം. സാറുമാരുടെ വഴക്ക് കേൾക്കണം. എനിക്കൊരു ബുദ്ധി തോന്നണം. നമുക്ക് നാട് വിട്ടു പോയാലോ? നാട് വിടാനോ? നമ്മൾ എവിടെ പോവും? എവിടേക്കെങ്കിലും പോകണം. അതിന് പണം വേണ്ടേ? പണം നമ്മുടെ കയ്യിലുണ്ടാകും. നിനക്കറിയാൻ പാടില്ലേ, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ബാബു 2 മാസം മുമ്പ് അച്ഛൻ തല്ലിയെന്ന് പറഞ്ഞ് വീട് വിട്ട് പുറപ്പെട്ടു പോയില്ലേ? അവനെ അന്വേഷിച്ചിട്ട് വല്ല പിടിയും കിട്ടിയോ? അവൻ സുഖമായിട്ട് ഏതെങ്കിലും പട്ടണത്ത് താമസിക്കുന്നുണ്ടാവും. അതിന് പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? എന്റെ കഴുത്തിൽ മാലയുണ്ട്. അത് വിറ്റാൽ നമുക്ക് ആവശ്യമുള്ള രൂപ കിട്ടും. ആലോചിച്ചു നിൽക്കാതെ നീ വാട. രണ്ടുപേരും കൂടി പോകാനൊരുമ്പെടുമ്പോൾ എതിരെ നിന്ന് മറ്റൊരു കുട്ടി ബാബു വരുന്നു. മെലിഞ്ഞു വിളറി വെളുത്ത ശരീരം, കീറിപ്പറഞ്ഞ ട്രൗസറും ഷർട്ടും. തളർന്ന പരവേശനായിരുന്നു. മറ്റിരുവരും സ്തബ്ധരാകുന്നു. അല്ലേ? ബാബുവാണ് വായിക്കേണ്ടത് അടുത്തത്. സതീഷ്, ബാബു, നിനക്ക് എന്തു പറ്റി? നീ ഇതുവരെ ഇവിടെയായിരുന്നു. നിന്റെ തടിയൊക്കെ എവിടെ പോയി? എല്ലും തോലുമായല്ലോ. നീ ആഹാരമൊന്നും കഴിക്കാറില്ലേ? വീട് വിട്ടു പോയ എല്ലാം നേടുമെന്ന് കരുതി ഒളിച്ചോടി പോയവനാണ് ഞാൻ. ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷയോടെയാണെന്ന് നാട് വിട്ടതോടെ എല്ലാം തകർന്നു. നിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ലേ? വീട്ടിലെ അലമാരയിൽ നിന്ന് 500 രൂപ ഞാൻ കട്ടെടുത്തു. തീവണ്ടി കയറി കണ്ണൂരിലെത്തി. ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചു. നോക്കിയപ്പം പോക്കറ്റിൽ ഉണ്ടായിരുന്ന രൂപ കാണാനില്ലായിരുന്നു. തീവണ്ടിയിൽ ആരോ പോക്കറ്റ് ഇടിച്ചു. പണമില്ലാതെ നീ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു? പട്ടിണി എന്തെന്നറിയാതെ വളർന്നവനാണ് ഞാൻ. വീട്ടിലായിരുന്നപ്പോൾ മീനും ഇറച്ചിയും ഇല്ലാതെ ഞാൻ ചോറ് തിന്നൂലായിരുന്നു.
ഞാൻ വിശന്ന് പൊരിഞ്ഞപ്പോ ഹോട്ടലിന്റെ പിന്നിലുള്ള എച്ചിത്തൊട്ടിയിലെ ചോറ് വാരി തിന്നു. സൈമൺ, അടുത്ത സൈമൺ വായിക്കാ വേണ്ടേ? നീ എവിടെയാണ് താമസിച്ചിരുന്നത്? രാത്രി ആകുമ്പോൾ ഏതെങ്കിലും കടത്തിണ്ണയില് ചുരുണ്ടുകൂടും. നേരം വെളുത്താൽ വീണ്ടും മൃഗങ്ങളെ പോലെ ഞാൻ 4 ദിക്കിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. നിനക്ക് എന്തെങ്കിലും ജോലി എടുക്കാൻ പാടില്ലായിരുന്നോ? ഒരു ദിവസം ഒരു കാപ്പിക്കടയിൽ പാത്രം കഴുകാൻ എന്നെ നിർത്തി. ക്ലാസ് കഴുകുന്നതിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് 3-4 ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ആ കടക്കാരൻ എന്റെ തലക്കിട്ട് ഒരടി തന്ന് എന്റെ കഴുത്ത് തിരിച്ചു പുറത്തേക്ക് തള്ളി വിട്ടു. എന്നാ നിനക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരായിരുന്നില്ലേ? വണ്ടിക്ക് പോരണ്ടേ, പണമുണ്ടായിരുന്നില്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരണം. സൈമൺ, നിന്റെ അപ്പച്ചനെ തല്ലൂലേ? എന്റെ അപ്പച്ചൻ എന്നെ വേണ്ടുവോളം തല്ലട്ടെ. എന്റെ കണ്ണീന്ന് ഇനിയും കണ്ണീര് വരില്ല സൈമൺ. യാത്രയ്ക്ക് അത്രയ്ക്ക് വേദന കഴിഞ്ഞു. എന്റെ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കും. എന്റെ അച്ഛൻ എന്നെ ശിക്ഷിക്കില്ല, എനിക്ക് മാപ്പ് തരും. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അനുഭവം തന്നെ ഞങ്ങൾക്കും ഉണ്ടായേനെ. എന്താ സതി? ബസ്സിന് കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചു. രക്ഷകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ക്ലാസ്സിൽ കയറുകയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ഈ വിവരം അറിഞ്ഞ അപ്പച്ചൻ കൊല്ലും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. വിഹിതം പറയാതിരിക്കൂ സതീഷ്. നാട് വിട്ടുപോയ അനുഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? ബാബു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചത് നീയാണെന്ന് ബാബു. നിന്റെ കഥ നാട് വിട്ടു പോകുന്നൊരുങ്ങുന്ന കുട്ടികൾക്ക് നല്ല പാഠമാണ്. സതി, നമുക്ക് രക്ഷകർത്താക്കളെ കൂട്ടി ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകാം. ശരിയാണ് സൈമൺ. ആദ്യം നമുക്ക് ബാബുവിനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. മാതാപിതാക്കളും ഗുരുക്കന്മാരും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കുട്ടികളായ നമ്മൾ ആ സ്വഭാവത്തോടു കൂടി വളരണം. സതീഷ്, സൈമൺ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ ബാബുവിന്റെ കൈപിടിച്ച് മറ്റിരുവരും മുന്നോട്ട് നീങ്ങുന്നു. അല്ലെ, അതാണ് കഥ. ഫെയ്ത്തെ, നീ പുറത്ത് പോയിട്ടില്ലെങ്കിൽ നിനക്കൊരു ജസ്റ്റ് ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നതായിരുന്നു. ഇപ്പൊ ബാബുവിനെയോ ജയനെയോ. ഓക്കെ, നല്ലൊരു നാടകം അഭിനയിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പോയില്ലേ, കളഞ്ഞില്ലേ? അതിന്റെ ഇടയിൽ നെറ്റ് പോയി ഫെയ്ത്തിന്റെ. അല്ലേ ഫെയ്ത്തെ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. അപ്പൊ നല്ലപോലെ നിങ്ങൾ ഇത് വായിക്കും. അപ്പൊ നല്ല വായിക്കണം, എന്നാലേ നമുക്കൊരു ഇതാണെന്ന് തോന്നുള്ളൂ, ഒരു ക്യാരക്ടർ പറയുന്ന പോലെ തോന്നും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇടക്കിടക്ക് വായിക്കാൻ പറ്റാത്ത നേരം തെറ്റിപ്പോകുന്നു. അങ്ങനെ ആവുമ്പോഴ നല്ലപോലെ വായിക്കണം, അല്ലേ? ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു പാഠമായിരുന്നു. ഇന്ന് ചെറിയൊരു ഗുണപാഠം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ നല്ല മക്കളായി വളരുക. അപ്പൊ പാരൻസും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് നിങ്ങൾ അതുപോലെ കേൾക്കുക. നിങ്ങൾക്ക് മോശത്തിനല്ല, നല്ലതിന് വേണ്ടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നല്ല കുട്ടികളായി വളരുക. ഓക്കെ, അപ്പോൾ വായിക്കണം, നല്ലപോലെ വായിച്ചിട്ട് എല്ലാവരും ഓരോ ഓഡിയോ ക്ലിപ്പ് ഇടണം. ഓക്കെ, ഒരു 3 പ്രാവശ്യം ഇത് വായിച്ചിട്ട് ഒരു നല്ലൊരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ബൈ, സി യു.